ഇന്ന് വഖഫ് ആക്ടിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിലെ പ്രധാന വ്യവസ്ഥകളാണ് വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് നീക്കം ചെയ്തിട്ട് വഖഫ് സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരായിരിക്കും. സർക്കാരിന് എന്താണ് വഖഫിൽ? ഇവിടെ വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് ബോർഡുകൾ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഗുണവുമില്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് മാത്രമേ ഉള്ളൂ. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക, എന്നിട്ട് നയാ പൈസ ഈ സമുദായത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ. എന്തെങ്കിലും സംതിങ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് കിട്ടുന്നതിൻ്റെ അവരുടെ ഒന്നും ഔദാര്യമല്ല. ആ നിലയിൽ വഖഫ് കൈകാര്യം ചെയ്യുന്നവർ പോലും അതിനെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമാണ് ഇത്തരം നിയമങ്ങൾ വരുന്നത്. അവർക്കും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവരും ആവശ്യം പോലെ ദുരുപയോഗം നടത്തുന്നുണ്ട്. ഇപ്പോൾ സർക്കാരാണ് അവസാന വാക്ക്. വഖഫ് ബോർഡിനെ ക്യാൻസൽ ചെയ്യുകയാണ്. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ട്രിബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും കളഞ്ഞു. ട്രിബ്യൂണലിനും തീരുമാനമില്ല, സർക്കാർ തീരുമാനിച്ചോളാം. ഏത് സർക്കാർ? ഈ രാജ്യത്ത് മുസ്ലിമിന് പള്ളി വേണ്ട, അതെല്ലാം പൊളിക്കേണ്ടതാണ്. മുസ്ലിമിന് ഒരു പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് കൊടുക്കില്ല, 400 സീറ്റ് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിമിന് കൊടുക്കില്ല. മുസ്ലിമ് വേണ്ട, അവൻ്റെ മതം നിരോധിക്കുന്ന UCC മതനിരോധന ബില്ല്, കോമൺ സിവിൽ കോഡെന്നാണ് പരിഷ്കൃതന്മാർ പറയുന്നത്, മതനിരോധന ബില്ല് കൊണ്ടുവന്ന് മതം പോലും വേണ്ടെന്ന് പറയുന്നവർ അവരായിരിക്കും വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ ഈ പള്ളികളെല്ലാം പിടിച്ചെടുക്കാനുള്ള അവകാശം, പിടിച്ചെടുത്താൽ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള അവകാശം, ഏത് വ്യക്തിക്കും അവനവൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി 5 വർഷമായി മതമനുഷ്ഠിച്ചവർക്കേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം മതമനുഷ്ഠിച്ചോന്ന് ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോണേ? എന്ത് ഭ്രാന്തൻ വ്യവസ്ഥകളാണ് ഈ വിഡ്ഢികൾ! അല്ല, മനഃപൂർവ്വം കൊടിയ ഒട്ടും വിഡ്ഢികളല്ല, ബുദ്ധിമാന്മാരായ ഈ വർഗീയ ഭീകരന്മാർ. വഖഫ് അലൽ ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വഖഫ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകളടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശമുണ്ടാകും. അത് അനന്തരാവകാശികൾ ആവശ്യപ്പെട്ടിട്ട്, മുസ്ലിങ്ങളായ വാരിധ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയ വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുള്ളവർക്ക് അത് വേണ്ടെന്ന് വെക്കാമെന്ന്. കാരണം ഇവർക്ക് അത് കൊടുത്തതിൽ പരിഭവമുണ്ട്. പിന്നീട് ഇവർക്ക് വേണ്ടി ഇവരെയും കൂടെ കൂട്ടുപിടിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണിന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാരടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവൻ്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് നമ്മൾ ഈ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്ന വഖഫ് നിയമവുമായിട്ട് വന്നേക്കുക. അവർ പിടിച്ചെടുത്തതൊക്കെ പോരാഞ്ഞിട്ട് ആ വഖഫ് സ്വത്തിൽ നാളെ അവകാശം തിരിച്ചു പിടിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സാധാരണ നിയമം കൊണ്ടുവരുന്ന വഖഫ് സംരക്ഷണത്തിനാണ്. ഇപ്പോൾ നിയമം കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് സംരക്ഷിക്കപ്പെടാതിരിക്കാൻ, വഖഫ് ഒരിക്കലും പരിരക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഇവിടെ നിയമം കൊണ്ടുവന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഇത് അന്യാധീനപ്പെട്ടത്? സർവശക്തനായ അള്ളാഹുവിന് പരിപൂർണമായും വിധേയരാവുക എന്നതാണ് ഈ ലോകത്ത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത. അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഇബാദത്ത് എന്ന് പറയുന്ന പദം തന്നെ വന്നിട്ടുള്ളത് അബ്ദിയത്തിൽ നിന്നാണ്. അടിമത്വമാണ് യഥാർത്ഥത്തിൽ ഉടമയായ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അടിമയായ നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ ബാധ്യത. അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും നമ്മുടെ യുക്തിക്ക് ബോധ്യപ്പെട്ടതായാലും അല്ലെങ്കിലും അള്ളാഹുവിനെ അള്ളാഹുവായി അംഗീകരിക്കാൻ അള്ളാഹു നമുക്ക് മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭാഗ്യം, അതിനുള്ള ഹൃദയവിശാലത, നമുക്കൊരു അള്ളാഹു ഉണ്ട് എന്നും അവനുണ്ടായിരിക്കേണ്ടവനാണ് എന്നും നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഓരോന്നിൻ്റെയും ശരിതെറ്റുകൾ വിലയിരുത്താനുള്ള അവകാശം നമുക്കില്ല. നമുക്കൊക്കെ ലോകനീതിയിൽ തന്നെ ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണത്. നമുക്കൊരു ഉടമയുണ്ടെങ്കിൽ, ഒരു മുതലാളി ഉണ്ടെങ്കിൽ, ആ മുതലാളിക്ക് നാം കീഴ്പ്പെട്ടാൽ ആ മുതലാളിക്ക് നാം വശംവദനാകാമെന്ന വ്യവസ്ഥയിൽ നാം ഒപ്പുവെച്ചാൽ പിന്നെ നമ്മൾ ആ വ്യവസ്ഥയെ നിലനിൽക്കുന്നിടത്തോളം കാലം ആ മുതലാളിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് നമ്മുടെ ലോകനീതിയിൽ കാണപ്പെടുന്ന ഒരു സത്യമാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ അടിമയായ നമ്മുടേതായി യാതൊന്നുമില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ജനനത്തിലില്ല നമുക്കൊരു പങ്ക്. നമ്മളുടെ നിലനിൽപ്പിന് ആവശ്യമായ വസ്തുവകകളെ, സൗകര്യാദികളെ, അനുഗ്രഹാദികളെ ഈ ലോകത്ത് സംവിധാനിച്ചതിലില്ല നമുക്കൊരു പങ്കും. ഈ ലോകത്ത് നാം ഒട്ടും നനച്ചിരിക്കാത്തൊരു സമയത്ത് ഈ ഭൂമിയിലേക്ക് നാം അറിയാതെ പിറവി കൊണ്ട നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ ശ്വസിക്കാൻ ആവശ്യമായ വായുമണ്ഡലം ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുകൂല അന്തരീക്ഷത്തിലേക്ക് ജനിച്ച നമ്മൾ, നാം ഉണ്ടാക്കിയതല്ലാത്ത വായു ശ്വസിക്കുന്ന, നാം ഉണ്ടാക്കിയതല്ലാത്ത വെള്ളം കുടിക്കുന്ന, നാം ഉണ്ടാക്കിയതല്ലാത്ത അന്നം ഭുജിക്കുന്ന വളരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് സർവതന്ത്ര സ്വതന്ത്രരല്ല, അള്ളാഹുവിന് വിധേയരാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് നാം നമ്മുടെ വിധേയത്വം അള്ളാഹുവിൻ്റെ മുമ്പിൽ പരമാവധി പ്രകടിപ്പിക്കേണ്ടവരാണ്. പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ പ്രകൃതിയിലെ ചെറുതും വലുതുമായ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മത്സരിക്കുകയാണ്. പൂർണ്ണ വിധേയത്വത്തിലാണ്, പൂർണ്ണാനുസരണത്തിലാണ്. ഭാഗികമായ അനുസരണം ഈ പ്രകൃതിയിൽ ഒന്നിനും അള്ളാഹുവിനോടില്ല. സൂര്യൻ്റെ അനുസരണം പൂർണ്ണമാണ്, ചന്ദ്രൻ്റെ അനുസരണം പൂർണ്ണമാണ്. അതുദിക്കുന്നതിലും അസ്തമിക്കുന്നതിലുമുള്ള കൃത്യത അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ 99 ഇല്ല, 98 ഇല്ല, 95 100% നക്ഷത്രാദികളുടെ ചലനക്രമത്തിലും ആ അനുസരണം, വിധേയത്വം പൂർണ്ണമാണ്. പ്രിയപ്പെട്ടവരെ, ജന്തുജാലങ്ങളിലും സസ്യലതാദികളിലും തരുലതാദികളിലും ഒക്കെ കാണപ്പെടുന്ന അനുസരണം പൂർണ്ണമാണ്. അങ്ങനെ ഈ പ്രകൃതി മുഴുവൻ ഏതൊരു പ്രപഞ്ചാതീതമായ വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ, കൽപ്പനകളെ പൂർണ്ണമായും പിൻപറ്റുന്നുവോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം മനുഷ്യരായ നമുക്ക് മാത്രമുണ്ട് എന്ന് പറയുന്നത് ലോജിക്കാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതെങ്ങനെയാണ് ലോജിക്കാകുക? പ്രകൃതിയുടെ മുഴുവൻ വ്യവസ്ഥിതിക്കും പ്രകൃതിയുടെ മുഴുവൻ സ്വഭാവത്തിനും പ്രകൃതത്തിനും എതിരിൽ ഈ ലോകത്ത് മനുഷ്യരായ നാം മാത്രം വിധേയത്വമില്ലാത്ത സ്വന്തം തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് അതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ധിക്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടേതെല്ലാം നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നവരാണ്. ഞാൻ പറയുന്നത്, ഈ ലോകത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നതിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ. നമ്മുടെ ആധുനികതയുടെയും ലിബറലിസത്തിൻ്റെയും ഒക്കെ ലോജിക്ക് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയാൻ അള്ളാഹുവിന് അവകാശമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ആരാണ് അള്ളാഹു എന്നും നാം ആരാണ് എന്നും നമ്മുടെ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഇടമെന്താ, സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാനുള്ള അടിസ്ഥാന ബുദ്ധി നൽകി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ഉയരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പുണ്യകർമ്മങ്ങളെ ഇബാദത്ത് എന്നാണ് നമ്മുടെ മുമ്പിൽ വെച്ചത്. പുണ്യകർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. നാം നമസ്കരിക്കുന്നത് ഇബാദത്താണ്. ഒരു മനുഷ്യന് ഒരു ഉടമയുടെ മുമ്പിൽ വിധേയപ്പെടാനും കീഴ്പ്പെടാനും കഴിയുന്നതിൻ്റെ പരമാവധി കീഴ്പ്പെടുന്നതിനെയാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറയുന്നത് ഒരു സാധാരണ കീഴ്പ്പെടലല്ല, പൂർണ്ണമായ കീഴ്പ്പെടലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറഞ്ഞത് നമസ്കാരത്തിന് സുജൂദ് എന്നാണ്. നമസ്കാരത്തിലെ പ്രധാന ഘടകം സുജൂദാണ്. നമസ്കരിക്കുന്ന സ്ഥലങ്ങളെ മറക്ക എന്ന് പറയാറില്ല, റുക്കൂ ചെയ്യുന്നിടമെന്ന്. നിൽക്കുന്ന സ്ഥലമെന്നുള്ള അർത്ഥത്തിൽ മക്കാമെന്നും പറയാറില്ല പള്ളികൾക്ക്. അതുപോലെ തന്നെ മുഅ്തദൽ എന്നും പറയാറില്ല, ഇഅ്തിദാൽ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട്. പക്ഷെ പള്ളികളെ പറയുന്നത് മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലമെന്നാണ്. സുജൂദ് മാത്രമാണോ നിസ്കാരം? നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സുജൂദാണ്. അൽ ഹജ്ജ് അറഫ എന്ന് പറയും പോലെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന്. അറഫ അല്ലാതെ ഒന്നുമില്ലേ ഹജ്ജിൽ? അറഫയാണ് ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായത് എന്നതുകൊണ്ട് അതിനെ അറഫയുമെന്ന് പറയും പോലെ പള്ളികളിൽ നടത്തപ്പെടുന്ന നമസ്കാരത്തിൻ്റെ കേന്ദ്രമെന്ന നിലയിൽ പള്ളികളെ മറക്ക എന്ന് പറയാറില്ല, മക്കാം എന്നും പറയാറില്ല, മറ്റൊന്നും പറയാറില്ല. അതിലെ കർമ്മങ്ങളെ വെച്ച് മസ്ജിദ് എന്ന് പറയാം. സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിധേയപ്പെടുന്നതിൻ്റെ പൂർണ്ണത കൈവരുന്നത് സുജൂദിലാണ്. അതുകൊണ്ടാണ് വേറെ ആരുടെയും മുമ്പിൽ സുജൂദ് പാടില്ലെന്ന് പറഞ്ഞത്. വേറെ ആരുടെയും മുമ്പിൽ സുജൂദ് പാടില്ല. പലരുടെയും മുമ്പിൽ, വടിയുടെ മുമ്പിൽ പോലും സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. വടി പത്തലിൻ്റെ അല്ലേ, അതിൻ്റെ മുമ്പിൽ പോലും സുജൂദ് ചെയ്ത് കളയും മനുഷ്യൻ. എന്താണ് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ബോധം?
യഥാർത്ഥത്തിൽ പരമേശ്വരൻ പരമാധികാരിയും പരമോന്നതനുമായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ് പരമമായ കീഴ്വടക്കം. അഖ്സൽ ഗായ ഫിൽ ദുല്ലി വൽ ഖുദൂഅ്, വിനയത്തിലും വണക്കത്തിലും അതിൻ്റെ പരമാവധി പ്രകാശിപ്പിക്കുക എന്നതാണ് ഇബാദത്ത്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന ഈ സുജൂദ് തൻ്റെ ഉടമസ്ഥൻ്റെ മുമ്പിലുള്ള സമ്പൂർണ്ണമായ കീഴ്വടക്കമാണ്. വിനയം വരുന്നത് സുജൂദിലാണ്. അതുകൊണ്ട് സുജൂദ് ചില ആളുകൾ സുജൂദ് ഇപ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. മസ്ജിദിൽ വന്നിട്ട് എല്ലാം ചെയ്യും, സുജൂദ് മാത്രം ചെയ്യൂല. റുക്കുഉം ചെയ്യും, നൃത്തവും നടത്തും, ഇഅ്തിദാലും ചെയ്യും, ഇടയിലും ഇരുത്തും, സുജൂദ് മാത്രം ചെയ്യൂല. സുജൂദ് ചെയ്യാൻ നിർവാഹമില്ലാതെ സുജൂദ് ചെയ്യാത്ത ആളുകളെ ഞാൻ പഴിക്കുന്നില്ല. സാധിക്കാത്തതൊന്നും അള്ളാഹു നിർബന്ധിക്കുന്നില്ല. പക്ഷേ വാഹനത്തിലും അല്ലാതെയും നടന്നും ഓടിയും പാഞ്ഞും പള്ളിയിൽ വന്നിട്ട് നേരെ ഒരു കസേര വലിച്ചിട്ടിട്ട് നിൽക്കും, ഇരിക്കും, റുക്കുഉ ചെയ്യും, ഇഅ്തിദാൽ ചെയ്യും, സുജൂദ് മാത്രം ചെയ്യൂല, എൻ്റെ നിസ്കാരമായി എന്ന് വിചാരിക്കുന്ന ഒരു തരം കസേര നിസ്കാരക്കാരുണ്ട്. കസേരയിൽ നിസ്കരിക്കുന്ന ആളുകളെല്ലാം ഞാൻ പഴിക്കുകയല്ല, അവർ അർഹരാണെങ്കിൽ അവർക്കതാകാം. പക്ഷേ സുജൂദ് നിസ്കാരത്തിൻ്റെ മർമ്മമാണെന്ന കാര്യം മറന്നുപോരുത്. സുജൂദ് നിസ്കാരത്തിൻ്റെ മർമ്മമാണ്. അത്ര ഗത്യന്തരമില്ലാതായാൽ മാത്രമേ സുജൂദ് ഒഴിവാക്കാവൂ. ഇല്ലെങ്കിൽ നമസ്കാരമാകുന്നില്ല, അറഫയിൽ നിൽക്കാതെ ഹജ്ജ് ചെയ്യുന്ന പോലെയാകും. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു പള്ളിയിൽ പറയുന്നത് കേട്ടു, ഒരു സെക്രട്ടറി ഒരു ദിവസം പെട്ടെന്ന് കസേരയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ആളാണ്. എന്താ നിങ്ങളിന്നിങ്ങനെ പ്രസിഡന്റ് കസേര ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്തായി കൂടാത്തതെന്ന് ചോദിച്ചത്ര. അപ്പോൾ പ്രസിഡന്റിന് കസേരയാകാമെങ്കിൽ സെക്രട്ടറിക്കുമാകാമെന്ന തരത്തിലുള്ള ഈഗോയൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത്. എങ്കിൽ എന്തിനാണ് ഈ ഇബാദത്തുകളുടെ ആരാധനകളുടെ കാട്ടിക്കൂട്ടലുകളെന്ന് ആലോചിക്കണം. അതുകൊണ്ട് സുജൂദിന് നമ്മൾ ഏതെങ്കിലും വിധേന നമ്മുടെ ശരീരം വഴങ്ങുമെങ്കിൽ സുജൂദ് ചെയ്യുക തന്നെ വേണമെന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വശജറു വദ്ദവാബു വകസീറും മിനന്നാസ്. അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പേര് സുജൂദ് എന്നാണ്. വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, പ്രകൃതി വസ്തുക്കളെല്ലാം. മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള സർവ്വതും അള്ളാഹുവിന് പൂർണ്ണ കീഴ്വണക്കത്തിലാണ്, ഭാഗികമല്ല, പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാ വശംസു, സൂര്യനും സുജൂദിലാണ്. പൂർണ്ണ കീഴടങ്ങത്തിൻ്റെ പേര് ഉപയോഗിച്ചത് സുജൂദെന്ന്. എന്നിട്ട് സൂര്യൻ സുജൂദിലാണെന്ന്. സൂര്യൻ എവിടെയാ സുജൂദ് ചെയ്തേ? സൂര്യൻ എവിടെയാ സുജൂദ് ചെയ്തേ? സൂര്യൻ്റെ മുട്ടും നെറ്റിയും തറയിൽ വെച്ച് സുജൂദ് ചെയ്തോ? പിന്നെ എന്താ സുജൂദ് എന്ന് പറഞ്ഞ? വലില്ലാഹി യസ്ജുദു വശംസു, സൂര്യനും സുജൂദിലാണ്, വൽ ഖമറു, ചന്ദ്രനും സുജൂദിലാണ്, വന്നുജൂമു, നക്ഷത്രങ്ങളും സുജൂദിലാണ്. എവിടെയാണ് സുജൂദ്? വശജറു, വൃക്ഷങ്ങളും സുജൂദിലാണ്. എവിടെയാണ് സുജൂദ്? വദ്ദവാബു, മൃഗങ്ങളും പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചിട്ട് തിന്നാൻ കൽപ്പിച്ചത് മാത്രം തിന്നിട്ട് തരംതിരിച്ച് രുചി നോക്കി തിന്നുന്നില്ല. ഇത് തിന്നാ മതി എന്ന് പറഞ്ഞാൽ അതേ തിന്നൂ, ഇതേ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതേ കുടിക്കൂ, വേറൊന്നും തിന്നില്ല, കുടിക്കില്ല. പൂർണ്ണമായ കൽപ്പനയ്ക്ക് അതനുസരിക്കുകയാണ്. എന്നിട്ട് പാല് ചുരത്താൻ പറഞ്ഞിടത്ത് പാല് തന്നെ ചുരത്തും, ചോര ചുരത്തില്ല. മിംബൈനി ഫർദിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ, ചോരയ്ക്കും ചാണകത്തിനും ഇടയിലൂടെ കുടിക്കാൻ ഏറെ രുചികരമായ പാൽ ചുരത്തി കൊടുക്കാൻ പറഞ്ഞാൽ അത് ചുരത്തുക തന്നെ ചെയ്യും. പൂർണ്ണ വിധേയമാണ്. വദ്ദവാബ്, അത്രയും പറഞ്ഞിട്ടല്ല പറയാം കസീറും മിനന്നാസ്, ജനങ്ങളിൽ ഒരു നല്ല പങ്കും. പൂർണ്ണ കീഴടങ്ങൽ ഈ പ്രകൃതിയിലില്ലാത്ത ആകെ ഒരു ജീവിവർഗം ഈ മനുഷ്യനെന്ന് പറയുന്ന ഈ നന്ദി കെട്ടവനാണ്. അവനിനി കീഴടങ്ങിയാലും സുജൂദ് ചെയ്താൽ പോലും ആ സുജൂദിൽ പോലും അവൻ കട്ടെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിലെ കള്ളനാണ് ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് ചെയ്യാൻ പറ്റുമായിട്ടും ചെയ്യാത്ത കള്ളനെ കുറിച്ച് പറയുക പോലും വേണ്ട. സുജൂദ് ചെയ്യാമായിരുന്നിട്ടും കോഴി കൊത്തുന്നത് പോലെ അവൻ ഓടി വന്ന് സമയം തീരാറാകുമ്പോൾ നിസ്കരിക്കും. എന്നിട്ട് കോഴി കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് അവൻ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ കടന്നു കളയും.
അങ്ങനെയുള്ള നിസ്കാരത്തിലെ കട്ടെടുപ്പുകാരൻ കള്ളൻ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പെരുങ്കള്ളൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനത്തെ നിസ്കാരക്കാരൻ ലോകത്ത് കള്ളനായിരിക്കും എന്നർത്ഥം. നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കാരത്തിൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് പോലും പൂർണ്ണമായിട്ടും കൊടുക്കാത്ത അത്തരക്കാർ ഒരു കള്ളൻ്റെ പരിവേഷമുള്ളവനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. അവൻ വിശ്വസ്തനല്ല എന്ന് ചിലർക്ക് ചോദിക്കാറുണ്ട്. നിസ്കരിക്കുന്നവനാണ്, ഞാൻ അവനെ വിശ്വസിച്ച പണം കടം കൊടുത്തത്, പക്ഷേ അവൻ എന്നെ ചതിച്ചു സതേ എന്ന്. അവൻ്റെ നിസ്കാരം നിങ്ങൾ പരിശോധിക്കണം. ഞാൻ പറയുന്നു, തീർച്ചയായും പറയുന്നു, നിസ്കാരം പരിശോധിക്കണം. നല്ല നിസ്കാരക്കാരൻ. പണ്ടെനിക്ക് ഒരു സദ്യയിൽ ഒരു വിളമ്പുകാരൻ കറി വിളമ്പിയപ്പോൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇബാദത്തുകാരനാണ്, കറി വിളമ്പിയപ്പോൾ അയാളുടെ കൈ തട്ടിയിട്ട് ആ കറി അയാളുടെ ഉടുപ്പിൽ വീണു. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഉടുപ്പിൽ, ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പിൽ കറി വീണ ആ മനുഷ്യൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ ഈ മനുഷ്യൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, നിസ്കാരത്തിൽ അല്പോടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മോനെ എന്ന്. നിസ്കാരത്തിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ബസ്, വേറൊന്നും പറഞ്ഞില്ല. നിസ്കാരം നിൻ്റെത് കൃത്യതയുള്ളതാണെങ്കിൽ, പൂർണ്ണതയുള്ളതാണെങ്കിൽ, നിസ്കാരത്തിലെങ്കിലും നീ നിൻ്റെ റബ്ബിനെ പൂർണ്ണമായി കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നിസ്കാരക്കാരുടെ സ്ഥിതി എന്താ? നിസ്കാരത്തിലാണ് അഹങ്കരിക്കാൻ വരുന്നത്, നിസ്കാരത്തിലാണ് വെല്ലുവിളിക്കാൻ വരുന്നത്, നിസ്കാരത്തിലാണ് മറ്റു മുസ്ലിമുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണെന്ന് പറഞ്ഞിട്ട് നിസ്കാരം കഴിയുന്നതോടെ ചില ആളുകൾ കമ്പി പോലെ പൊങ്ങുന്ന കാണാം. നിസ്കാരം അങ്ങ് തീർന്ന ഉടനെ നിസ്കാരത്തിൽ വന്നിട്ട് പോലും പള്ളിയിലിരിക്കുന്ന മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുക. ഒരു വെല്ലുവിളി പോലെ, നിങ്ങളോടൊപ്പമല്ല ഞങ്ങൾ. അപ്പം എന്തൊക്കെ കോലത്തിലാണ് നമ്മുടെ നിസ്കാരം പോകുന്നത് ആലോചിച്ച് നോക്കണം. വളരെ പ്രാകൃതമായ നിസ്കാരത്തെപ്പോലും, മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജമാഅത്തായി വയ്ക്കപ്പെട്ട നിസ്കാരത്തെപ്പോലും എന്തെല്ലാം വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മറച്ചു വെച്ച് ഐക്യത്തിൻ്റെ പ്രകടരൂപം പ്രകാശിതമാക്കേണ്ടുന്ന നിസ്കാരത്തിൽ പോലും പള്ളിയിൽ വന്നിട്ട് ഒന്ന് സലാം വീട്ടി കഴിയുന്നതോടുകൂടി ഇമാമുമായിട്ടുള്ള സർവ്വബന്ധങ്ങളും ഞാൻ മുറിച്ചു, ഇനി ഇമാമും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊടുന്നനെ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റു മുസ്ലിമീങ്ങളെ ഒക്കെ കൊച്ചാക്കിക്കൊണ്ട് ഞാനൊരു വ്യത്യസ്തനായ തികഞ്ഞ മുസ്ലിമാണെന്ന് പ്രകടിപ്പിക്കുന്ന കുറേ ആളുകളെയും കാണാറുണ്ട്. നിസ്കാരത്തിൽ ഇത്തരം ഒരുപാട് വൈകൃതങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണ വിധേയത്വം, പൂർണ്ണ വണക്കം നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇബാദത്ത് എല്ലാത്തിനും പോകുന്നതാണ്. നിസ്കാരം കൊണ്ടാണ് എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നത്, എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ ഔ കമാ ഖാല റസൂൽ അല്ലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അലട്ടിയാൽ ഓടി നിസ്കാരത്തിൽ വരും, ആ പ്രശ്നം പരിഹരിക്കും. നിസ്കാരത്തിലേക്ക് വന്ന് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിസ്കാരമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന് പൂർണ്ണമായി വിധേയരാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട്, ഒരു മുസ്ലിമിനോട് അള്ളാഹു എന്തും ചോദിക്കും. കാരണം പൂർണ്ണമായും അനുസരിക്കുന്നവൻ്റെ പേരാണ് മുസൽമാൻ. പൂർണ്ണ വിധേയത്വത്തിന് അവൻ അവകാശമുണ്ടവന് അംഗീകരിച്ചതാണ്, അള്ളാഹുവിനോട് അവൻ സമ്മതിച്ചതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. തീർച്ചയായും അല്ലാഹു തആല സത്യവിശ്വാസികളോട് ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്? അംവാലും, അവരുടെ ധനം എനിക്കിങ്ങി തന്നേരേന്നാ, നിങ്ങളുടെ മുഴുവൻ ധനവും എനിക്ക് തന്നേരേന്നാ. ഇത് ചോദിക്കാൻ അള്ളാഹ്ക്ക് അവകാശമുണ്ട്. മുസ്ലിമാണെങ്കിൽ ചോദിക്കാം, മുസ്ലിം അല്ലെങ്കിൽ സക്കാത്ത് പോലും അള്ളാഹ് ചോദിച്ച 40 വീതം പോലും കൊടുക്കുമോ? പിന്നെന്താ മുസ്ലിമാ നമ്മൾ മുസ്ലിമാണ് പോലും. അഖീമുസ്സലാത്ത വ ആതു സക്കാ, പൂർണ്ണമായും നിങ്ങൾ നിസ്കരിക്കുക, അത് നിലനിർത്തുക, എന്നിട്ട് സക്കാത്തും കൊടുക്കുക. പൂർണ്ണമായും നിലനിർത്തപ്പെടുന്ന നല്ല നിസ്കാരമുള്ളവൻ സക്കാത്തും കൊടുക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സക്കാത്ത് നോക്കി കണക്ക് നോക്കി ഇക്കൊല്ലത്തെ സക്കാത്ത് കണക്ക് നോക്കി കൊടുത്ത മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ഉണ്ട്? എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ഇസ്തറാ, തീർച്ചയായും അള്ളാഹു വിലക്കെടുത്തിരിക്കുന്നു, മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്ന്, ഈമാനുള്ളവരിൽ നിന്ന്, അംഫുസഹും, അവരുടെ ശരീരങ്ങളെ വിലക്കെടുത്തിരിക്കുകയാണ്. ശരീരം അള്ളാഹു വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. വഅംവാലഹും, അവരുടെ സമ്പത്തിനെയും, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം പകരം തരാം എന്നതിന്, സ്വർഗത്തിന് പകരമായി സ്വർഗം തരാം. ആ ജീവനിങ്ങ് തന്നേരെ, ആ സമ്പത്തിങ്ങ് തന്നേരെ. ഇതാർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അള്ളാഹ് വിലക്കെടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും അള്ളാഹ്ക്ക് മുഴുവൻ കൊടുക്കുന്നതിൻ്റെ പകരമാണ് യഥാർത്ഥത്തിൽ സമ്മാനം. അത് വിലക്കെടുക്കലാണ്. അമല് കൊണ്ട് സ്വർഗം കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യുദ്ഖിലു അഹദകുമുൽ ജന്നത അമലു, നിങ്ങളിൽ ഒരാളെയും അവൻ്റെ അമല് സ്വർഗത്തിലെത്തിക്കൂല. നിസ്കാരോ നോമ്പോ ഹജ്ജോ ഒന്നും കൊണ്ട് സ്വർഗത്തിലെത്തിക്കൂല. അപ്പോൾ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അങ്ങയും സ്വർഗത്തിൽ ഈ അമൽ കൊണ്ടൊന്നും എത്തൂലേ? രാത്രി മുഴുവൻ നീരി വിങ്ങി തൃപ്പാദങ്ങൾ സങ്കടമുണർത്തിയാലും രാത്രി നമസ്കാരങ്ങളാൽ നിശാന്ധകാരം അഭിദീപ്തമാക്കിയൊരൻ നബിയുടെ സുന്നത്തുകൾ അവഗണിക്കയാൽ ചെയ്തേൻ പാരം നികാരം വലംതു സുന്നത്തമൻ അഹിയല്ലലാമ ഇലാ അനിഷ്തകത്ത് ഖദമാഹുർ മിൻ വറമി. ഇമാം ബൂസരി പറഞ്ഞ പോലെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയ റസൂലിൻ്റെ സുന്നത്തിനെ ഞാൻ അവഗണിച്ചല്ലോ എന്നോർത്ത് കരയുകയാണ് ആ മഹാൻ. എനിക്ക് ആ സുന്നത്തിനോട് നീതി പുലർത്താൻ കഴിഞ്ഞല്ലോ. ഈ നബി പറയുകയാണ്, നബി അങ്ങേക്കും അമൽ കൊണ്ട് സ്വർഗം കിട്ടൂലേ? ഇല്ല അയ്യത്തഖമ്മദിനി അല്ലാഹു ബിറഹ്മ, സ്വർഗം നിന്റെ അമലിന് വിലയാകൂല, സ്വർഗം നിന്റെ അമലിന് വിലയാകൂല. അപ്പോൾ താങ്കളോ? ഇല്ല അയ്യത്തഖമ്മദിനി അല്ലാഹു ബിറഹ്മ, റഹ്മത്ത് കൊണ്ട് അള്ളാഹ് എന്നെയും പൊതിഞ്ഞാലല്ലാതെ എൻ്റെ അമലും സ്വർഗത്തിൻ്റെ വിലയല്ല. പക്ഷേ സ്വർഗത്തിനൊരു വില പറയുകയാണ് അള്ളാഹു ഇവിടെ. അള്ളാഹു സത്യവിശ്വാസികളുടെ സ്വർഗത്തിന് വിലയിടുന്നു. അവൻ്റെ ജീവനും അവൻ്റെ മുഴുവൻ സ്വത്തും അത് കൊടുത്താൽ അതൊരു വിലയാകുമെന്ന്. മുഴുവനും കൊടുത്താൽ അതിനെ വിലയ്ക്ക് വാങ്ങലെന്ന് അള്ളാഹു താല ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൊടുത്താലേ സത്യത്തിൽ അത് കൊടുത്താലും വിലയാകില്ല, പക്ഷേ അത് വിലയ്ക്കെടുക്കലായി അള്ളാഹു കബൂലാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സന്ദേശം നമ്മുടെ പൂർവികന്മാർ ഉൾക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൂർവികന്മാർ അവരുടെ വിലപ്പെട്ട സ്വത്തുക്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തത്, അഥവാ വഖഫാക്കിയത്. ഈ വഖഫ് എന്ന് പറയുന്നത് ദീനിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ് എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും ധനവും കൊടുത്ത് സ്വർഗം വിലക്കെടുക്കേണ്ടത് എന്നീ ലോകത്ത് കാട്ടിത്തന്ന ഈ ലോകത്തിൻ്റെ മാതൃകാ മന്നന്മാരാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ബഖിയ അഹദും മിൻ അസ്ഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളിൽ ഒരാളും ഉണ്ടായിരുന്നില്ല ലഹു മഖ്ദറത്തുൻ അലൽ വഖഫി ഇല്ലാ വഖഫ, എന്തെങ്കിലും വഖഫ് ചെയ്യാൻ കഴിയുന്ന ഒരാളും വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല. അതവൻ്റെ വസ്തുവാകട്ടെ, സ്ഥാവര വസ്തുവാകട്ടെ, ജമുഖം വസ്തുവാകട്ടെ, വഖഫ് ചെയ്യാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ട് വഖഫ് ചെയ്യാതെ മരിച്ചുപോയ ഒരു സഹാബിയുമില്ല. വഖാല ഷാഫിഈ റഹിമഹുല്ലാഹ്, ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാൻ, ബലഗനി അന്ന അക്സറ മിൻ 80 റജുലൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട 80 ആളുകൾ തസദ്ദഖു ബി സദഖാത്തി മൗഖൂഫാത്തിൻ, വഖഫ് ചെയ്ത് സദഖ ചെയ്തിരുന്നു എന്ന് എനിക്ക് കൃത്യമായി ഓരോരുത്തരെ കുറിച്ച് എണ്ണി വിവരം കിട്ടിയിട്ടുണ്ട്. വഖഫ് ഇല്ലാതെ പൂർവികന്മാർ കഴിഞ്ഞു പോയിട്ടേ ഇല്ല. അതിലെടുത്ത് പറയേണ്ടതാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ജലാശയം വഖഫ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിൽ ചെന്നപ്പോൾ അവർക്ക് ആവശ്യമായ വെള്ളം മദീനയിലില്ല. മദീനയിൽ വെള്ളത്തിനൊരു മുദ്ദ് വീതം വാങ്ങി ഒരു വലിയ ജലാശയം കൈവശം വെച്ചിരുന്ന ഒരു യഹൂദി ഒരു പാത്രം വെള്ളത്തിന് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു നേരം ഒരു ദിവസം ജീവിക്കാനുള്ള ഭക്ഷണമുണ്ട്, അത്രയും വാങ്ങിച്ചിട്ട് വെള്ളം വിൽക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മൻ യശ്തരിഹാ മിൻ ഖാലിസി മാലിഹി, ഏറ്റവും നല്ല ധനം കൊടുത്ത ഈ കിണർ വാങ്ങി, എന്നിട്ട് വയക്കൂനു ദൽവുഹു ഫിഹാ കദുൽ മുസ്ലിമീൻ, ആ കിണർ മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് അവനും മുസ്ലിമീങ്ങൾക്കും അതിൻ്റെ തുല്യാവകാശം അംഗീകരിക്കുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? വലഹു ഖൈറും മിൻഹാ ഫിൽ ജന്ന, ഇതിനേക്കാൾ നല്ലത് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കും. ഇതേ പറഞ്ഞുള്ളൂ, ഒറ്റ വാക്ക്. ബി ഐനിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ ഒരു പുഴ നൽകുമെന്നാണ്. ഇത് കേട്ട ഉടനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രംഗത്തിറങ്ങുകയും 35,000 ദിർഹം നൽകി ആ ജലാശയം വാങ്ങി. കാരണം ആ മുതലാളി ചില്ലറ വിലയ്ക്കല്ല അന്ന് വെള്ളം വിറ്റിരുന്നത്. 35,000 ദിർഹം അന്ന് കൊടുത്ത് ആ ജലാശയം വിലയ്ക്ക് വാങ്ങി മുഅ്മിനീങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്ത് ഓരോരുത്തരുടെയും വഖഫ് എടുത്തെടുത്ത് പറയാനുണ്ട്. വഖഫ് ചെയ്യാതെ ഒരാളും പോയിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് തൻ്റെ ധനവും ശരീരവും അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്ന അർപ്പിക്കുന്ന ആ പ്രക്രിയയുടെ ഭാഗം ചേരുന്ന നമ്മുടെ പൂർവികന്മാരുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് വഖഫ്. ഒരു സമർപ്പണമാണത് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വത്തിലുള്ള തൻ്റെ അവകാശം കൈവെടിഞ്ഞ് നന്മയുടെ മാർഗത്തിൽ ആ വസ്തുവിലുള്ള ഉപകാരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്ക്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ പേരാണ് വഖഫ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉദാരതയുടെ അടയാളമാണ് തൻ്റെത്. കഴിഞ്ഞ ദിവസം
ഇവിടെ പരിസരത്ത് 40 ഏക്കറിൽ ഒരു വഖഫ് ഭൂമിയുണ്ട് ഒരു മദ്രസയുടെ. ആ വഖഫിൻ്റെ ഭൂമി അത് തൻ്റെ പിതാവ് 7 ഏക്കർ വിറ്റിട്ട് അതിൻ്റെ അകത്ത് വഖഫ് ചെയ്തു എന്നൊരു ഒരു സഹോദരൻ, നമ്മുടെ മഹല്ലുകാരനായ ഒരു സഹോദരൻ പറഞ്ഞു. 7 ഏക്കർ ഭൂമി വിറ്റിട്ട് അതിലേക്ക് തൻ്റെ മക്കൾ അനുഭവിക്കേണ്ടുന്ന, താൻ അനുഭവിക്കേണ്ടുന്ന സ്വത്ത് 7 ഏക്കർ ഭൂമി വിറ്റിട്ട് ഒരു ഇസ്ലാമിക സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്ത ഇത്തരം പൂർവികന്മാർ ഈ രാജ്യത്ത് ചെയ്ത വഖഫ്, അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികമുള്ളത്. സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും അധികമുള്ളത് വഖഫ് സ്വത്താണുള്ളത്. ആ വഖഫ് സ്വത്ത് കൊടുത്ത ആൾക്ക് പിന്നെ വിൽക്കാൻ പാടില്ല, അവകാശികൾക്ക് വിൽക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ സാമൂഹിക വളർച്ചയ്ക്ക് ഇത്രയധികം ഉപകാരം ചെയ്തത് വഖഫ് പോലെ വേറൊന്നുമില്ല. ഈ പള്ളി വഖഫ് ചെയ്യാൻ നമ്മുടെ പൂർവികന്മാരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇത്ര സന്തോഷമായിട്ട് ഈ പള്ളി വന്നിരിക്കുമോ? വഖഫിൻ്റെ മൂല്യം ഇതാണ്. ഇന്നിപ്പോൾ എത്ര മനോഹരമായ ഒരു പള്ളിയിൽ എത്രയോ വർഷങ്ങളായി നമ്മൾ ഇരിക്കുന്നത് ഈ വഖഫ് ചെയ്ത നമ്മുടെ പൂർവികന്മാരുടെ നന്മ കൊണ്ടാണ്. നമ്മളാരെങ്കിലും ഇപ്പം ഇന്നിങ്ങനെ ചെയ്യുമോ? കണ്ണായ സ്ഥലത്ത് 4-5 ഏക്കർ സ്ഥലം നമ്മുടെ പൂർവികന്മാരുടെ നന്മ അള്ളാഹു അവർക്ക് നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. പക്ഷെ അതിൻ്റെ വില നമുക്കറിയില്ല. അവരല്ലാഹുവിന് വേണ്ടി ജീവിച്ച മഹാന്മാരായിരുന്നു. നാം ഇന്ന് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയിൽ ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണിന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാരടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവൻ്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് നമ്മൾ ഈ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്ന വഖഫ് നിയമവുമായിട്ട് വന്നേക്കുക. അവർ പിടിച്ചെടുത്തതൊക്കെ പോരാഞ്ഞിട്ട് ആ വഖഫ് സ്വത്തിൽ നാളെ അവകാശം തിരിച്ചു പിടിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സാധാരണ നിയമം കൊണ്ടുവരുന്ന വഖഫ് സംരക്ഷണത്തിനാണ്. ഇപ്പോൾ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വഖഫ് സംരക്ഷിക്കപ്പെടാതിരിക്കാൻ, വഖഫ് ഒരിക്കലും പരിരക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഇവിടെ നിയമം കൊണ്ടുവന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഇത് അന്യാധീനപ്പെട്ടത്? വഖഫ് ചെയ്ത വാഖിഫീങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് പരലോകം പ്രതീക്ഷിച്ച സാലിഹീങ്ങളായിരുന്നു. പിന്നെ അതിൻ്റെ വാരിധീങ്ങൾ, മുത്തവല്ലിമാർ, അള്ളാഹുവിനെ ഭയപ്പെടാത്തവരും തങ്ങളുടെ വാപ്പമാരെന്തിനാ ഇത്രയും സ്ഥലം വിട്ടുകൊടുത്തതെന്ന് വിചാരിച്ചവരുവാ. നിങ്ങൾക്കറിയാമല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 400 ഏക്കർ സ്ഥലം വഖഫ് സ്വത്താ. കാപ്പാടോ ചാവക്കാട് ഭാഗത്ത് ബീച്ചിൽ ഇന്നിപ്പോൾ അന്യാധീനപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പിൽക്കാല വാരിധീങ്ങളും മുത്തവല്യമാരും കൂട്ടുനിന്നുകൊണ്ട് അന്യർക്ക് വിട്ടുകൊടുത്തതാണ്. ഇപ്പോൾ വഖഫാന്ന് പറഞ്ഞാൽ പറയുന്നവരെ തീവ്രവാദികളാക്കി ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, വഖഫിനോട് നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത വഖഫ് ഒന്ന് കാത്തുരക്ഷിച്ച് വഖഫായി നിലനിർത്താൻ പോലും കഴിയാതെ എനിക്കതിൽ ആദായം കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് വഖഫ് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അന്യാധീനപ്പെടുത്തിയപ്പോൾ സർക്കാരടക്കം കയ്യേറി, ഓരോ വ്യക്തികളും കയ്യേറി, പലരും അതിൽ നിന്ന് സംതിങ് മേടിച്ചെടുത്തു. കാരണം വഖഫായിട്ടിരുന്നാൽ എനിക്കൊന്നും കിട്ടാനില്ല, വാപ്പാക്ക് വിവരമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. വഖഫ് നശിപ്പിച്ചത് നമ്മളാണ്. ഇപ്പോൾ വഖഫിനെതിരിൽ ബില്ല് വന്നപ്പോൾ അതിനെതിരിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു സന്തോഷം. കാരണം എന്താ? ഇത് നമ്മുടെ എല്ലാം ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. അവർ എന്തെല്ലാമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്? വഖഫിൽ അവർ കൈകടത്തുകയാണ്. വഖഫ് യഥാർത്ഥത്തിൽ ആരുടെയും സ്വത്തല്ല, ഇത് സർക്കാരിൻ്റെ സ്വത്തല്ല, വ്യക്തികൾ അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത സ്വത്താണ്. അതിൽ മറ്റാരുടെയും യാതൊന്നുമില്ല. ആ വഖഫ് ഇന്ന് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ പള്ളികൾ, മദ്രസകൾ, ഭൂമികളെല്ലാം അതിൻ്റെ നിയമം മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാൻ അതിൻ്റെ അവകാശികൾ തയ്യാറാകാതെ വന്നപ്പോൾ ഇന്ന് വഖഫ് അന്യാധീനപ്പെട്ടു. പക്ഷേ ആ ചർച്ച ആഭ്യന്തരമായ അത്തരം വിമർശനങ്ങളിലേക്ക് പോകേണ്ട സമയമില്ലിത്. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത കരാറിൽ നാം വരുത്തിയ ലംഘനമാണ്. വലം യൻഖുദു അഹദല്ലാഹി വഅഹദ റസൂലി, അള്ളാഹുവിനോടും റസൂലിനോടും നടത്തിയ കരാർ നമ്മൾ ലംഘിച്ചാൽ, നമ്മുടെ പിതാക്കന്മാർ അള്ളാഹുവിന് കൊടുത്ത, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പരലോകം പ്രതീക്ഷിച്ചു കൊടുത്ത സ്വത്തുകൾ നാം പരിരക്ഷിക്കാതെ അന്യർക്ക് വിട്ടുകൊടുത്തതാണ് യഥാർത്ഥത്തിൽ ഇത് മുഴുവനും. അങ്ങനെ അന്യാധീനപ്പെട്ടു പോയ ആ സ്വത്തുക്കൾ അങ്ങനെ വന്നാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, പുറത്തുനിന്നുള്ള ശത്രുക്കളെ അവർക്കെതിരിൽ അടിച്ചേൽപ്പിക്കും. ഫഅഖദൂ ബഅദ മാ ഫീ ഐദീഹിം, അവരുടെ കയ്യിലുള്ളത് കുറച്ചവർ പിടിച്ചെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന് വഖഫ് ആക്ടിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്
അതിലെ പ്രധാന വ്യവസ്ഥകളാണ് വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് നീക്കം ചെയ്തിട്ട് വഖഫ് സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരായിരിക്കും. സർക്കാരിന് എന്താണ് വഖഫിൽ? ഇവിടെ വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് ബോർഡുകൾ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഗുണവുമില്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് മാത്രമേ ഉള്ളൂ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക, എന്നിട്ട് നയാ പൈസ ഈ സമുദായത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ. എന്തെങ്കിലും സംതിങ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് കിട്ടുന്നതിൻ്റെ അവരുടെ ഒന്നും ഔദാര്യമല്ല. ആ നിലയിൽ വഖഫ് കൈകാര്യം ചെയ്യുന്നവർ പോലും അതിനെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമാണ് ഇത്തരം നിയമങ്ങൾ വരുന്നത്. അവർക്കും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവരും ആവശ്യം പോലെ ദുരുപയോഗം നടത്തുന്നുണ്ട്. ഇപ്പോൾ സർക്കാരാണ് അവസാന വാക്ക്. വഖഫ് ബോർഡിനെ ക്യാൻസൽ ചെയ്യുകയാണ്. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ട്രിബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും കളഞ്ഞു. ട്രിബ്യൂണലിനും തീരുമാനമില്ല, സർക്കാർ തീരുമാനിച്ചോളാം. ഏത് സർക്കാർ? ഈ രാജ്യത്ത് മുസ്ലിമിന് പള്ളി വേണ്ട, അതെല്ലാം പൊളിക്കേണ്ടതാണ്. മുസ്ലിമിന് ഒരു പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് കൊടുക്കില്ല, 400 സീറ്റ് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിമിന് കൊടുക്കില്ല. മുസ്ലിം വേണ്ട, അവൻ്റെ മതം നിരോധിക്കുന്ന UCC മതനിരോധന ബില്ല്, കോമൺ സിവിൽ കോഡെന്നാണ് പരിഷ്കൃതന്മാർ പറയുന്നത്, മതനിരോധന ബില്ല് കൊണ്ടുവന്ന് മതം പോലും വേണ്ടെന്ന് പറയുന്നവർ അവരായിരിക്കും വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ ഈ പള്ളികളെല്ലാം പിടിച്ചെടുക്കാനുള്ള അവകാശം, പിടിച്ചെടുത്താൽ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള അവകാശം, ഏത് വ്യക്തിക്കും അവനവൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി 5 വർഷമായി മതമനുഷ്ഠിച്ചവർക്കേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം മതമനുഷ്ഠിച്ചോന്ന് ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോണേ? എന്ത് ഭ്രാന്തൻ വ്യവസ്ഥകളാണ് ഈ വിഡ്ഢികൾ! അല്ല, മനഃപൂർവ്വം കൊടിയ ഒട്ടും വിഡ്ഢികളല്ല, ബുദ്ധിമാന്മാരായ ഈ വർഗീയ ഭീകരന്മാർ. വഖഫ് അലൽ ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വഖഫ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകളടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശമുണ്ടാകും. അത് അനന്തരാവകാശികൾ ആവശ്യപ്പെട്ടിട്ട്, മുസ്ലിങ്ങളായ വാരിധ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയ വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുള്ളവർക്ക് അത് വേണ്ടെന്ന് വെക്കാമെന്ന്. കാരണം ഇവർക്കത് കൊടുത്തതിൽ പരിഭവമുണ്ട്. പിന്നീട് ഇവർക്ക് വേണ്ടി ഇവരെയും കൂടെ കൂട്ടുപിടിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം സ്വത്തുക്കൾ വഖഫ് ചെയ്യുന്നത് കൂടുതലായും വാക്കാലായിരുന്നെങ്കിൽ ഇനി വാക്കാൽ അത് അംഗീകരിക്കില്ല, രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഇരിക്കുന്നത് വഖഫിലാണെന്നറിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ അവകാശമില്ല. ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുഴുവൻ പള്ളികളുടെയും മേൽ സർക്കാരിന്, ഒരു മുസ്ലിം വിരുദ്ധ സർക്കാരാണെങ്കിൽ ആ സർക്കാരിന് ആർക്കും അവകാശം നൽകുന്ന തരത്തിലുള്ള ഈ വ്യവസ്ഥകൾക്കെതിരിൽ രാജ്യത്തെ മുസ്ലിമീങ്ങളെല്ലാം മറന്ന് ഒന്നിച്ചു നിന്നുകൊണ്ട്, മുസ്ലിമീങ്ങളല്ല സത്യത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത്, ഈ മുസ്ലിമീങ്ങളുടെ ഈ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കറിയാം പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാക്കൾ ഏറ്റവും ഗംഭീരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. മുസ്ലിമീങ്ങളൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് സത്യത്തിൽ തോന്നിപ്പോയി. ഒരു മുസ്ലിം MP നന്നായി 1-2 പേര് പറഞ്ഞില്ല എന്നല്ല ഞാൻ പറയുന്നത്, നന്നായി പറഞ്ഞവരുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ. മുസ്ലിമീങ്ങളല്ലാത്തവർ പോലും ഇത് മതേതരത്വത്തിന് തികച്ചും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും, നമ്മുടെ MP-മാർ, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ DMK-യുടെയും ഒക്കെ മിടുക്കരായ ഏറ്റവും സൂപ്പർ ലീഡേഴ്സായിട്ടുള്ള ആളുകൾ ശക്തമായ നിലയിൽ ഇതിനെ എതിർത്തപ്പോൾ JPC-ക്ക്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതികരണം ശക്തമാകണം. പക്ഷേ അതിനപ്പുറത്ത് ഇതിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ വഖഫ് അന്യാധീനപ്പെടുത്തിയ വാരിധ്യങ്ങൾ, മുത്തവല്ലിമാർ, വഖഫ് ബോർഡിനെതിരിൽ ഈ സമുദായം ശക്തമായ നിലയിൽ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ വഖഫ് ചെയ്ത് അവരുടെ ജീവനും സ്വത്തും വിലയ്ക്ക് ചോദിച്ച അള്ളാഹുവിന് അവർ കൊടുത്ത ദാനം നശിപ്പിച്ച ദുഷ്ടന്മാരെന്ന വിധത്തിൽ എന്തൊക്കെ ദ്രോഹമാണ് ഈ സമുദായം നമ്മുടെ വഖഫിനോട് പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാ തുറന്നൊന്ന് മിണ്ടാൻ, കണ്ണു തുറന്നൊന്ന് കാണാൻ, അത് തിരുത്താൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? എന്നിട്ട് ശത്രു വിളിച്ചെടുത്തപ്പോൾ നമുക്കൊക്കെ ചോര തിളച്ചത്രേ. തീർച്ചയായിട്ടും ചോര തിളയ്ക്കേണ്ടതാണ്. പക്ഷേ ഉള്ളിൽ നടക്കുന്ന ഈ അന്യാധീനങ്ങളെ കൂടി നാം കാണണമെന്ന് സൂചിപ്പിച്ച് അല്ലാഹു തആല വഖഫ് എത്ര പ്രധാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ഈ പള്ളികളും നമ്മുടെ ഈ മദ്രസകളും ഈ സ്ഥാപനങ്ങളും ഈ സംസ്കാരവും ഈ സദാചാരവും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. വെറും മൃഗതുല്യരായി അധപ്പതിച്ച ഒരു സമൂഹത്തെ മാത്രം നമ്മുടെ രാജ്യത്ത് കാണേണ്ട ഗതികേടുണ്ടാകാതിരുന്നതിന് കാരണം നമ്മുടെ പൂർവികന്മാർ സമ്മാനിച്ച ഈ വഖഫും വഖഫിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുമാണ്. അത് മനസ്സിലാക്കിയാകണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെങ്കിലും വിഭാഗീയതകൾ മറന്ന് ഞാൻ വിമർശനം പറഞ്ഞു. പക്ഷെ വിമർശനം പറയുമ്പോഴും ഞാൻ ശക്തമായി പറയുന്നു, ഇക്കാര്യത്തിൽ ആ വിമർശനത്തിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ദുഷ്ടലാക്കോടുകൂടിയുള്ള നീക്കത്തെ ഒന്നിച്ചു നിന്ന് എതിർക്കുന്നതിൽ നമ്മുടെ ഉള്ളിലുള്ള ആഭ്യന്തര വിമർശനം നമുക്ക് തടസ്സമായി കൂടാ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമുക്ക് അല്ലാഹു ഈ ഭൂമിയിൽ ഒരു അവസരം തന്നിരിക്കുക. ഇതൊരു വറാസത്താണ്, ഇതൊരു അനന്തര സ്വത്താണ്.
ഇതിൽ കുറച്ചു കാലം ജീവിച്ച് പടച്ചവനെ പ്രീതിപ്പെടുത്തി സുജൂദ് ചെയ്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും മൃഗങ്ങളും ചെയ്യുന്ന സമ്പൂർണ്ണ കീഴ്പ്പെടലിനെ അള്ളാഹു വിശേഷിപ്പിച്ച സുജൂദ് ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം. നമുക്ക് സുജൂദും മടി തോന്നിയ ഒരു കാലത്താണ്. സുജൂദ് മടി, നിസ്കരിക്കാത്ത സുജൂദ് വെറുത്തവർ, നിസ്കരിക്കുന്നവരിലെ സുജൂദ് വെറുത്തവർ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയോടൊപ്പം സ്വർഗത്തിലാകാനാണ് എനിക്കിഷ്ടം, എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, താങ്കളോടൊപ്പം ഒന്ന് സ്വർഗത്തിലാകാൻ ഇഷ്ടമുണ്ട്. അങ്ങ് എത്രയോ പദവിയിലാണ്, പക്ഷെ താങ്കളോടൊപ്പം ആയിരിക്കില്ലല്ലോ ഞാൻ, താങ്കളോടൊപ്പം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞ മറുപടി, ഇന്നി ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ്. കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എങ്കിൽ എന്നോടൊപ്പം നിന്നെ സ്വർഗത്തിലാക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കാമെന്ന്. സുജൂദിൻ്റെ എണ്ണം കുറയുന്നത് അത്ര നിസാരമൊന്നുമല്ല എന്ന് മനസ്സിലാക്കാനും കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ കഴിയുമാറാകട്ടെ. അതുകൊണ്ട് സുജൂദിന് പൂർണ്ണമായ കീഴ്പ്പെടലിന് വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന മസ്ജിദുകൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഈ മഹാദുരന്തത്തിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതികരണവും പ്രതിഷേധവും മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്ന് ശത്രുവിൻ്റെ നമ്മുടെ തെറ്റായ നീക്കങ്ങളെ കരുവാക്കിക്കൊണ്ടാണെങ്കിൽ പോലും ശത്രു നമ്മെ തൂത്തുവാരാൻ നടത്തുന്ന ഈ ശ്രമത്തെ തിരിച്ചറിയാനും കൂടി നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാൻ കഴിയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ